1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണ കുണ്ടത്തോട് കുരിശുംപടിയിലെ യാത്രക്കാർക്ക് ഭീഷണിയായ ചീനിമരം മുറിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തം. നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമായില്ലെന്ന് നാട്ടുകാർ. മഞ്ചേരി ഗൂഡല്ലൂർ പാതയിലെ CNG റോഡിലാണ് ഈ ചീനിമരം നിലംപതിക്കാറായി നിൽക്കുന്നത്. ഇതിലൂടെയുള്ള വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഏറെ ഭീഷണിയാണ്. യാത്രക്കാർക്ക് പുറമെ വൈദ്യുതി തൂണുകൾക്കും തൊട്ടടുത്ത ക്വാർട്ടേഴ്സുകൾക്കും ഹോട്ടൽ ഉൾപ്പെടെ മറ്റ് സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായിട്ടുണ്ട് ഈ കൂറ്റൻ ചീനിമരം. മഴയും കാറ്റും ശക്തമായതോടെ ചീനിമരം റോഡിന്റെ വശത്തേക്ക് കൂടുതൽ ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഏത് സമയത്തും റോഡിലേക്ക് പതിക്കാവുന്നതിനാൽ നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാലങ്ങളായി മരങ്ങനെ ഇവിടെ വണ്ടിക്കാർക്കും ഇവിടെ ബിൽഡിങ്ങിനൊക്കെ ഭീഷണിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. കാരണം അതിന്റെ വേരുകളൊക്കെ ഇപ്പൊ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ഇവിടെ വീണ് കഴിഞ്ഞാൽ ഈ CNG റോഡ് തന്നെ ബ്ലോക്ക് ഒരുപാട് സമയം ബ്ലോക്കാണ്. ഒരു കോലത്തേക്കാണ് ഇത് വരുന്നത്. ഇതിവിടെ വണ്ടിക്കാർക്ക് നിർത്താൻ തന്നെ ഇപ്പൊ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ മരം ഭക്ഷണം കഴിക്കാൻ ദീർഘദൂര വണ്ടികളൊക്കെ നിർത്തിക്കാണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. ഈ ഹോട്ടലിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിനു വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിനൊരു തീരുമാനമായിട്ടില്ല. എന്താ പോലെ അവസ്ഥ എന്നല്ലേ നമുക്കറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വലിയ തോതിൽ ആൾക്കാർ മരണപ്പെടുക, വണ്ടികൾക്ക് കേടുപാടുകളൊക്കെ സംഭവിക്കുമ്പോൾ ഗവൺമെന്റ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതിന് തിരിഞ്ഞു പോകും. കുറച്ച് കാലങ്ങളായി ചെരിഞ്ഞു നിൽക്കുന്ന മരമാണിത്. ഈ മരം മുറിക്കാഞ്ഞാൽ പുളിയക്കൂട് ഇവിടെയും സംഭവിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അധികാരികൾ ഇതിലേക്ക് തിരിഞ്ഞു നോക്കാട്ട് ഈ മരത്തിനെ വേഗം മുറിച്ച് ശരിയാക്കി തരണം. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാറ്റിന് ഇങ്ങനെ കൂടെ ചെരിഞ്ഞു വരികയാണ്. ഇന്നൊക്കെ നാളേക്ക് എന്തെങ്കിലുമൊക്കെ കൂടി വരികയാണ്. മരം ഒരു ദിവസത്തിനടുത്തോളം കൂടെ ചെരിഞ്ഞിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. മോൾ ഭാഗം പോയി നോക്കിയാൽ കാണാൻ മണ്ണിടിഞ്ഞത് അതാരും കാണാവുന്ന ചരിത്രമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഈ മരം മുറിച്ച് അനവധി വാഹനങ്ങൾ പോണവർ അല്ലെങ്കിൽ ഈ മരം പൊട്ടി വീഴുമ്പോൾ ഈ കച്ചവടപ്പൊടി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അപകടം പറ്റും. ഈ മരം ഈ കടയ്ക്ക് ഭീഷണിയായിട്ട് കുറേ കാലമായി. കുറേ പരാതി ഞാൻ കൊടുക്കുകയും ചെയ്തതാണ്. അതിനൊന്നും ഒരു ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇപ്പം അതിൻ്റെ മേലെ ഭാഗം പൊന്തി വരികയാണ്. വേരുമൊക്കെ പൊന്തിയാണ്ട് പൊട്ടി വരുന്നുണ്ട്. ചീനിമരം കൂടെ ചെരിഞ്ഞ് വരുന്നതായിട്ടാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഇതിനെക്കുറിച്ച് ഈ ചീനിയെക്കുറിച്ച് പരിചയമുള്ളവരും ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകളും ഈ അപകടത്തെക്കുറിച്ച് നമ്മളെ വിവരം അറിയിച്ചതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള പരിചയമുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് വലിയൊരു അപകടാവസ്ഥയിലാണ് നിൽക്കുന്നതെന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ ഇത് കൂടെ ചെരിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഇത് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലെ നിരന്തരം നൂറുകണക്കിന് വാഹനങ്ങളും ആളുകളും നടന്നു പോകുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ KSEB, മറ്റു ബിൽഡിങ്, ഒരുപാട് വലിയ അപകടങ്ങളാണ് സംഭവിക്കുക. ഈ ചീനിയുടെ മേൽഭാഗം നോക്കുമ്പോൾ ഇവിടെ പുതുതായിട്ട് പൊട്ടി കീറിയ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഇതിനൊരു അപകടം ഒഴിവാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഇവിടെ വന്ന് പരിശോധിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ മരം ഉടൻ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും നാട്ടുകാർ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.